പായസം ഇഷ്ടമല്ലാത്തവരായി ആരാണുള്ളത്? പക്ഷേ ഓണത്തിനും വിഷുവിനും മാത്രമല്ല, കൊച്ചിയിൽ ഇപ്പോൾ എല്ലാ ദിവസവും പായസം കിട്ടും, അതും പുലർച്ചെ വരെ. കണ്ടു നോക്കൂ. എന്തെങ്കിലും കൂടി കഴിക്കാനോ കുടിക്കാനോ തോന്നും. ഈ കട്ടൻ ചായക്ക് പകരം ഒരു ഗ്ലാസ് പായസം ആയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. പായസം കിട്ടും ഇപ്പൊ. അതിന് 12 മണി ആയതേ ഉള്ളൂ. ഇപ്പൊ പായസം കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. എവിടെ? കൊണ്ടുപോകും. എന്നാ പോയാലോ? നമ്മൾ മലയാളികൾ പൊതുവെ ഭക്ഷണപ്രിയരാണല്ലോ. ഓരോ നേരവും ഓരോ തോന്നലല്ലേ. ചിലപ്പോൾ തോന്നും ഒരു ബിരിയാണി കഴിക്കാം, അല്ലെങ്കിൽ ഒരു പായസം കുടിക്കാം. അങ്ങനെ നമ്മുടെ തോന്നലുകൾക്കനുസരിച്ച് നമ്മുടെ നഗരവും മാറിക്കഴിഞ്ഞു. പായസം പൊതുവെ വിശേഷ ദിവസം മാത്രം കഴിക്കുന്ന ഒരു ഭക്ഷണമാണെങ്കിൽ ഇന്നിപ്പോൾ കൊച്ചിയിൽ അത് അങ്ങനെയല്ല. എല്ലാ ദിവസവും പായസം കിട്ടുന്ന ഒരു അടിപൊളി സ്പോട്ട് നമ്മുടെ MG റോഡ് ജ്യൂ സ്ട്രീറ്റിനടുത്തുണ്ട്. അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. ഇതാണോ ഇസ്മയിലിക്കയുടെ പായസം? ചേട്ടനാണോ ഇസ്മയിൽ? ഇവിടെ പുലർച്ചെ വരെ പായസം കിട്ടുന്ന കേട്ടു. എന്നാ എനിക്കൊരു ഗ്ലാസ് പായസം. ഇതാണ് നമ്മൾ അന്വേഷിച്ച് വന്ന പായസക്കട, ഇസ്മയിലിക്കയുടെ പായസക്കട. നീണ്ട 20 വർഷമായിട്ട് കൊച്ചിക്കാർക്ക് പായസം കൊടുക്കുന്നതാണ് ഇസ്മയിലിക്ക. എങ്ങനെയാണ് ഇക്ക ഇങ്ങനൊരു ആശയത്തിലേക്ക് എത്തുന്നത്? അത് വീട്ടുകാരുടെ ഒരു പ്രചോദനമാണ്. മെയിനായിട്ട് മദറിൻ്റെ ഒരിതാണ്, വീട്ടുകാരുടെ സംരംഭമാണത്. തയ്യാറെടുപ്പ് ഉച്ചയ്ക്ക് സ്റ്റാർട്ട് ചെയ്യും, എന്നിട്ട് സെറ്റാക്കി തരും. ഹോം മെയ്ഡാണ്. എത്ര തരം പായസം ഉണ്ടാവും? പരിപ്പ്, സേമിയ, ഗോതമ്പ്, പാലട എല്ലാം വീട്ടിൽ തന്നെ. ഇങ്ങനൊരു പായസക്കട 20 വർഷം കൊണ്ടു കിടക്കാനായിട്ട് ഇസ്മയിലിക്കയുടെ ഏറ്റവും വലിയ സപ്പോർട്ട് ഫാമിലി തന്നെയാണ്. ഇസ്മയിലിക്കയുടെ മോനും എപ്പോഴും സഹായമൊക്കെ ആയിട്ട് കൂടെ തന്നെ ഉണ്ട്. പഠിത്തം കഴിഞ്ഞിട്ട് ഞാൻ രാത്രിയല്ല തുറക്കണം, അപ്പോൾ പഠിത്തം കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് കുറച്ച് സഹായിക്കാറുണ്ട്. വാപ്പാക്ക് ഐറ്റംസ് എടുത്തു കൊടുക്കാനും. വാപ്പ കുറച്ച് വൈകിയൊക്കെ വരുള്ളൂ. ചിലപ്പോൾ ഞാൻ ആദ്യം വന്ന് കടയൊക്കെ തുറന്ന് എല്ലാം ശരിയാക്കി. ഏത് പായസം കുടിച്ച്? പാൽപ്പായസം. നല്ലതാണോ? നല്ല. ഇവിടെ വന്ന ഫസ്റ്റ് ട്രൈ ചെയ്യേണ്ട സാധനം ഇതാണ്. ചൂട് സാധനം, അടിപൊളി സാധനം. വന്നാൽ ട്രൈ ചെയ്യുക, അടിപൊളി സാധനം കിട്ടും. പേഴ്സണൽ ഫേവറേറ്റ് ഏതാ പായസം? പാലട. നോ അതർ ചോയ്സ്. നല്ല അഭിപ്രായം. നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നമുക്ക് കുടിക്കാൻ പറ്റുന്നുണ്ടല്ലോ. പായസം കൊള്ളാമോ മോനെ? അടിപൊളി, ഒരു രക്ഷയില്ല. പായസം നല്ല, ഞാൻ ഇടയ്ക്ക് കുടിക്കാറുണ്ട്. നമുക്ക് സാധാരണ ആഘോഷ ദിവസങ്ങളിലൊക്കെ മാത്രമാണ് പായസം കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ എന്നും കിട്ടുന്നതിനെ കുറിച്ച് എന്താ? എന്തെങ്കിലും നല്ല കാര്യമാണ്. കാരണം ഇവിടുന്ന് അത്യാവശ്യം ഉച്ചയ്ക്കാണെങ്കിലും ഇപ്പോൾ രാത്രി സമയങ്ങളിലാണെങ്കിലും അത്യാവശ്യം നല്ലപോലെ പായസം പോകുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് രാത്രി എന്തെങ്കിലും വെള്ളം കുടിക്കാൻ വരുമ്പോഴും ആ സമയത്ത് ആൾക്കാർ വന്നിട്ട് ഒരു 11 മണി 12 മണി സമയത്തൊക്കെ പായസം കുടിക്കുന്ന കണ്ടിട്ടുണ്ട്. ഒരു ഗ്ലാസ് പായസം കുടിക്കാനായിട്ടാണ് ഇവിടെ വന്നത്. ഇതിപ്പോൾ 3ാമത്തെ ഗ്ലാസ്സാണ്. വിശേഷ ദിവസങ്ങളിൽ മാത്രം പായസം കുടിച്ച് ശീലിച്ച് നമ്മൾ മലയാളികൾക്ക് എന്നും പായസം കിട്ടുന്ന ഈ കട ഒരു അനുഗ്രഹം തന്നെയാണ്. ഏത് പാതിരാത്രിയാണെങ്കിലും നമുക്ക് ധൈര്യമായിട്ട് ഇസ്മയിലിക്കയുടെ പായസക്കടയിലേക്ക് വരാം. അപ്പോൾ പായസം കുടിക്കാൻ രാത്രിയൊക്കെ തോന്നുവാണെങ്കിൽ നേരെ പോരെ ഇസ്മയിലിക്കയുടെ പായസക്കടയിലേക്ക്. MG റോഡിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് കെവിൻ ദേവിനൊപ്പം റിപ്പോർട്ടർ അഞ്ജന അനിൽകുമാർ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.